ബസ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ. നല്ല ലേറ്റായിട്ടാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ കാണുമെന്ന് പേടിച്ച് എന്തായാലും മഴ ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ നല്ല ലേറ്റായി. എന്തായാലും നമുക്ക് പോയി നോക്കാം, കയറാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയാമല്ലോ. പോകുന്ന ലാസ്റ്റ് ബസ്സാണ് നമുക്ക് കിട്ടിയത്. കാറ് കയറ്റി കിട്ടിയില്ല, ലാസ്റ്റ് ബസ്സായിരുന്നു. എന്തായാലും ഫൈനൽ നമുക്ക് ബസ് കയറ്റി നമ്മൾ ബസ്സിൽ പോവുകയാണ്. പക്ഷേ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനോ എൻജോയ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. കാരണം അവിടെ 10 മിനിറ്റ് മാത്രമേ ബസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഫോട്ടോ എടുക്കണം, എന്തൊക്കെ ചെയ്യണം, അമ്പാടിയുടെ വീഡിയോ എടുക്കണം. ഇതൊന്നും നടക്കില്ല, എന്തായാലും മനസ്സിലായി. എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്നും പറഞ്ഞാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയതിലും നഷ്ടമൊന്നുമില്ല കേട്ടോ. പോക നല്ല തണുപ്പും നല്ല മഞ്ഞായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപാര ചേഞ്ചായിരുന്നു കേട്ടോ. താഴെ ചൂടും മേളിൽ നല്ല തണുപ്പും. ഇടയ്ക്ക് ബസ് നിർത്തി കേട്ടോ ചായ കുടിക്കുക. ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് അമ്പാടിയുടെ കോസ്റ്റ്യൂമൊക്കെ മാറി. അവന് വെള്ള ഷർട്ട് ഇൻ ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിൽ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാനാണ് പോയത്. പക്ഷെ തേഞ്ഞ് തള്ളി. കാരണം അവന് ഷർട്ട് ഇട്ട് തീർന്നപ്പോൾ തന്നെ ബസ് എടുത്തു. അവിടെ ചെന്ന ഉടനെ ഇൻ ചെയ്യാനോ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് കയറണമല്ലോ, ഒരു 10 മിനിറ്റല്ലേ പറ്റുള്ളൂ. അതിനുള്ളിൽ അമ്പാടി ആ ഇറങ്ങിയ സ്പോട്ടിൽ ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ ഓടണ കുറച്ച് വീഡിയോസും 2-3 ഫോട്ടോസും മാത്രമാണ് കിട്ടിയത്. എന്തായാലും പോയതിലും നഷ്ടമൊന്നുമില്ല, നല്ല ഭംഗിയായിരുന്നു. ഇനി പോകുമ്പോൾ നേരത്തെ പോകണം. കാറിലോ ബൈക്കിലോ പോയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഓരോ സ്പോട്ടുകളിൽ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. എന്തായാലും വിഷ്ണുചേട്ടൻ്റെ ബർത്ത്ഡേ ഉടനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പൊന്മുടി പോകുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ട് ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മഞ്ഞുണ്ടായിരുന്നു. ഈ ഫോണിലാണ് ഈ മരങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഈ മരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് മഞ്ഞുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എന്നും ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയും മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം ഈ സമയത്ത് ഈ കോട ഇറങ്ങുന്നത്. സാധാരണ നമ്മൾ ഡിസംബർ മാസത്തിലൊക്കെ പൊന്മുടി പോയി എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. ഇപ്പം എന്താ ഈ മെയ് മാസത്തിൽ ഇത്രയും തണുപ്പാണെങ്കിൽ ഡിസംബർ മാസത്തിൽ എന്തായിരിക്കും അല്ലേ? നല്ല രസമുണ്ട്. നമ്മൾ ഈ മൂന്നാറും അവിടെയൊക്കെ പോകുന്നേക്കാളും നമുക്ക് ഈ പൊന്മുടിയിൽ പോയാൽ മതി. അത്രയ്ക്ക് എനിക്ക് ഇറങ്ങി നിന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ പോയിട്ട് അവിടെ 10 മിനിറ്റേ നിൽക്കാൻ പറ്റുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സും ഇല്ല, എന്ത് ചെയ്യാനാ അവസ്ഥയായിപ്പോയി. എനിക്ക് മഴ പെയ്യുമെന്നായിരുന്നു പേടി. മഴ പെയ്ത് ഇടി വെട്ടിയാൽ എനിക്ക് നല്ല പേടിയാണ്. അതോ ഈ ഹൈ റേഞ്ചിൽ നിന്ന് ഇടി വെട്ടുമ്പോൾ തലയിലായിരിക്കും വന്ന് വീഴുന്നത്. എന്തായാലും മഴ പെയ്തില്ല. പിന്നെ വിഷമമായതെന്ന് വെച്ചാൽ വിഷ്ണുചേട്ടന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഒരാളെ ഇറങ്ങിയുള്ളൂ, കാരണം ബസ് നിറച്ച ആളുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ സീറ്റ് പോകും. അച്ഛൻ എവിടെയാക്കളെ? അച്ഛൻ ബസ്സിലിരിക്കുകയാണ്. കണ്ടച്ചീച്ചനും. പിന്നെ തിരിച്ചെത്തിയപ്പോൾ നല്ല ലേറ്റായി. നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ കയറി. അമ്പാടി കാറിൽ കളിക്കുകയാണ് കേട്ടോ. അമ്പാടിയെ കടയിലെടുത്തുകൊണ്ട് പോയി മടുത്ത് ഞാൻ അവസാനം കാറിൽ കൊണ്ടിരുത്തിയതാണ്. നല്ല ബഹളം ഉണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ ആളിന്. പിന്നെ നമ്മൾ റൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചു. അപ്പോൾ അത്രയുള്ള ബൈ ബൈ, ഗുഡ് നൈറ്റ്.